വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ചോദ്യം, മധുരം കഴിക്കാൻ പറ്റുമോ ഇത്താ? എന്നാൽ പിന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഷുഗർ ക്രേവിങ്സിൻ്റെ ഒക്കെ ടൈമിൽ ഇത്തിരിയൊക്കെ മധുരം കഴിക്കാൻ തോന്നുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പി ആയാലും ഇതേപോലത്തെ നമ്മുടെ ചിയാ സീഡ് ഇട്ട്, അത് ഗുണങ്ങളും ഉണ്ടാകണം അല്ലേ നമ്മുടെ വെയിറ്റ് ലോസിന്. ലോ ഫാറ്റ് മിൽക്ക് ഒഴിച്ച് ചിയാ സീഡ് ഇതേപോലെ കുതിർത്തി ഓവർനൈറ്റ് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഇല്ല നമുക്ക് വൈകിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ ഇതേപോലെ ഒന്ന് കുതിർത്തി വെച്ചാലും മതി. ഒരുപാട് ടൈമൊന്നും വേണ്ട. പക്ഷേ രാത്രി കുതിർത്തി വെച്ചെടുക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ കുതിർന്ന് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല നാടൻ മാങ്ങ രാവിലെ മുറ്റത്തുനിന്ന് വീണ് കിട്ടിയതാണ് കേട്ടോ. മാങ്ങ കഴിക്കാൻ ഭയങ്കര ഹൈ കലോറി, അതുപോലെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. എന്നാലും ഇപ്പോൾ സീസൺ ടൈം ആണല്ലോ, ഈ ഒരു സാധനം എത്ര കിട്ടിയാലും നമ്മൾ കഴിച്ചു പോകും അല്ലേ. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ മധുരം ആഗ്രഹിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കിയത് സൂപ്പർ ടേസ്റ്റാണ്, പൊളിയാണ് ഇത്താന്ന് നിങ്ങൾ തന്നെ പറയും. അപ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങയും 2 ഡേറ്റ്സും ലോ ഫാറ്റ് മിൽക്കും കൂടെ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. മാങ്ങ അല്ലെങ്കിലും അരച്ചെടുക്കുമ്പോഴത്തേക്കും മൊത്തം നല്ല കുറുക്ക് പരുവത്തിൽ കിട്ടും. ഇതേപോലെ ചിയാ സീഡും കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഗ്ലാസ് എടുത്ത് വെക്കാം. അതിലേക്ക് ആദ്യം ചിയാ സീഡും ആ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫാറ്റ് മിൽക്ക് എടുത്താൽ മതി, അതാണ് ബെറ്റർ. ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ആ മാംഗോ പൾപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് വീണ്ടും ബാക്കിയിരിക്കുന്ന ആ ചിയാ സീഡും കൂടെ അതിലേക്ക് വാരിയിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും ഇട്ട്, പിന്നെ ഫ്ലേക്സ് ഒക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇത്തിരി തേനും കൂടെ ഒഴിച്ചാൽ, തേൻ്റെ ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ, തേനും കൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം പൊളിക്കിടുവാണ് കേട്ടോ. എൻ്റെ മോൻ പുറകിൽ നിന്ന് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അവന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഈ കിടിലൻ റെസിപ്പീസിനായിട്ട് അപ്പോൾ നാത്തൂൻസ് കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കരുത്.